ഓം ശാന്തി. തൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ളതായിരിക്കുന്ന പാതയിൽ ഒരുപാട് പേര് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ മാറ്റങ്ങൾ അവനവൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. എൻ്റെ മൈൻഡ് സെറ്റിൽ മാറി തുടങ്ങി, അതുകൊണ്ട് എൻ്റെ ജീവിതം മാറ്റം ഉണ്ടായി എന്നൊക്കെ കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് ഇതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അത്തരം കമൻസും അത്തരം മെസ്സേജസും ഒക്കെ ഞാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ ഈശ്വരന് ഒരുപാട് നന്ദി പറയാറുണ്ട്. ഭഗവാനെ, ഒരാളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ നീ എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കിയല്ലോ, ഒരുപാട് നന്ദി എന്ന് പറയാറുണ്ട്. മനസ്സ് വളരെയധികം സന്തോഷിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ പഠിക്കുന്ന സമയത്ത് ഒരു പുതിയ ടെക്നിക്ക് കൂടി ഞാൻ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കണം. അത് നമ്മൾ ചെയ്യേണ്ട ഒരു വളരെ എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ്. കാരണം അതിൽ നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിൽ നിന്ന് ആ കാര്യത്തിന് ജീവൻ പൂർണ്ണമായി കൊടുക്കും വരെ ആ കാര്യം നമ്മുടെ അടുത്തേക്ക് അത് മെറ്റീരിയലൈസ് ആയിട്ട് വരാൻ വേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ എഴുതണം, പൂർണ്ണമായിട്ടുള്ള ഫീലിങ്സോടെ എഴുതണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് വേറൊരു ക്ലാസ് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞ പോയിൻ്റ് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് വളരെയധികം ടച്ചിങ് ഉള്ളതാണ്. അവർ ആ വീഡിയോയിൽ, ആ ക്ലാസ്സിൽ ആവശ്യപ്പെട്ടത് ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ, ഞാൻ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ അവർ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു വെച്ചാൽ, ദിവസവും നിങ്ങൾ രാത്രി ഉറങ്ങും മുന്നേ നിങ്ങളുടെ ഡ്രീമിന് എഴുതൂ. ആ എഴുതുന്നതിലൂടെ വളരെയധികം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നൊക്കെയാണ് എഴുതിയിരുന്നത്. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള സൈഡും പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഉള്ളിൽ തട്ടിപ്പോയി. ആ ഫീലിംഗ് കുറച്ചും കൂടെ വളരെ എഫക്റ്റീവാണെന്ന് തോന്നി. അതുകൊണ്ടാണ് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു വീഡിയോ കൂടി അതിനനുബന്ധമായിട്ടിടാൻ കാരണം. ഇനി എൻ്റെ അനുഭവം എന്തെന്ന് പറയാം. ഒരിക്കൽ ഞങ്ങൾ മൗണ്ട് അബുവിലേക്ക് ഇവിടെ കോഴിക്കോട് നിന്ന് ഒരു ടീം മെമ്പേഴ്സ് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായി. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന റെഗുലർ ആയിരിക്കുന്ന ഫോളോവേഴ്സ് ആയിരിക്കുന്ന കുറച്ച് ആളുകൾ, നമ്മൾ ഈശ്വരീയ വിദ്യാർത്ഥികൾ എന്നാണ് പറയാറ്, ഫോളോവേഴ്സ് നല്ല പറയുന്നത്. അങ്ങനെ ആ ഈശ്വരീയ കുടുംബത്തിൽ എല്ലാവരും കൂടി മൗണ്ട് അബുവിൽ പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ആ ക്ലാസ്സിൽ വരുന്നുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ അവർ ഭയങ്കരമായിട്ട് എതിർത്തു. നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എതിർത്തു. ഇപ്പോഴാണെങ്കിൽ 4 മാസം മുന്നേ റിസർവേഷൻ വേണം, അന്നാണെങ്കിൽ 2 മാസം മുന്നേ റിസർവേഷൻ വേണ്ടിയിരുന്നുള്ളൂ. ഈ 2 മാസം മുന്നേ റിസർവേഷന് വേണ്ടി എല്ലാവരും അതിന് ആവശ്യമായ പൈസ കൊണ്ടുതന്നു. ഞങ്ങൾ പോകുന്നു, റിസർവ് ചെയ്യുന്നു. അപ്പം ആ സമയത്തൊക്കെ ആ സ്റ്റുഡൻറ്റ് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് വീട്ടുകാർ പോകണ്ടെന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ അവിടെ വരണം, ആ സ്ഥലം കാണണം, ആസ്വദിക്കണം എന്ന് അത്രയും ഇഷ്ടമുണ്ട്. പക്ഷെ എൻ്റെ വീട്ടുകാരെന്നെ സമ്മതിക്കുന്നില്ല എന്നവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ദിവസവും രാത്രി, ഞാൻ നിങ്ങൾക്ക് മുന്നൊരു വീഡിയോ ചെയ്ത് തന്നിട്ടില്ലേ, ഈശ്വരന് ഒരു കത്ത് എന്നുള്ളതായിട്ടുള്ള വീഡിയോ. അപ്പം അതുപോലെ ഈശ്വരന് ദിവസവും അവർ കത്ത് എഴുതും. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെയൊക്കെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാണ് രാത്രി ഉറങ്ങും മുന്നേ ഈശ്വരന് കത്ത് എഴുതുക എന്നുള്ളത്. അപ്പം അവരും കത്ത് എഴുതുന്ന സമയത്ത് അവരതിൽ എഴുതുമായിരുന്നു, ഭഗവാനെ, തീർച്ചയായിട്ടും ഞാൻ അവിടെ എത്തും, എനിക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, നീ എന്നെ എത്തിച്ചിരിക്കും, എന്നെ നീ കൊണ്ടെത്തിച്ചതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതുമായിരുന്നു എല്ലാ ദിവസവും. അത് കഴിഞ്ഞ് 2 മാസം പോണതിൻ്റെ 3 ദിവസം മുന്നേ വരെയും അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവർക്ക് പെർമിഷൻ കൊടുത്തിരുന്നില്ല. ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ എന്നുള്ള സമയം വന്നപ്പോൾ അവരുടെ വീട്ടിലെ മെമ്പേഴ്സിനൊക്കെ മനസ്സിലെല്ലാവരും അവരുടെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ കേൾക്കുന്ന മെസ്സേജ്, നമ്മളിതാക്കുന്നു, നമ്മൾ യാത്രയിൽ കഴിക്കാനുള്ളതായിരിക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഡ്രസ്സ് വാങ്ങാൻ പോകുന്നവർ, എടുക്കാൻ പോകുന്നവർ, ഇതിൻ്റെ ഉത്സവവും ഉന്മേഷമൊക്കെ പലപ്പോഴും പലരിലൂടെയും വീട്ടുകാർ കേട്ടപ്പോൾ അവരുടെ വീട്ടുകാരുടെ മനസ്സ് ആ സമയത്ത് മാറി പറഞ്ഞു, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകാൻ പറ്റിയെങ്കിൽ നീ പൊയ്ക്കോളൂ എന്ന്. സ്വാഭാവികമായിട്ടും ഒരു 2 ദിവസത്തെ യാത്രയാണ് മൗണ്ട് അബുവിലേക്ക് പോകേണ്ടത്. ആ യാത്രയിൽ ആർക്കും തന്നെ ടിക്കറ്റ് റിസർവേഷൻ ഇല്ലാതെ പോകാൻ പറ്റില്ല. പക്ഷേ അവരുടെ സെയിം ഏജിലുള്ള ഒരാൾ ആ സമയത്ത് ഒരു അസൗകര്യം കൊണ്ട് അവർക്ക് വരാൻ പറ്റാതെ അവർ വിളിച്ചു പറയുന്നു 3 ദിവസം മുന്നേ, സിസ്റ്റർ എനിക്ക് വരാൻ സാധ്യമല്ല, ഇങ്ങനൊരു കാര്യം വന്നിരിക്കുന്നു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാമെന്ന്. അവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഏതാനും 1-2 മണിക്കൂർ കഴിഞ്ഞില്ല, നമ്മളൊരു ബായിനെ പറഞ്ഞു വെച്ചാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നേക്കാൾ മുന്നേ ഇവരുടെ ഫോൺ വരുന്നു, സിസ്റ്റർ എൻ്റെ വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞിരിക്കുന്നു, ടിക്കറ്റ് വല്ലതുണ്ടെങ്കിൽ പൊയ്ക്കോളാനാണ് പറയുന്നത്, ടിക്കറ്റ് എന്തെങ്കിലും തരത്തെ അറേഞ്ച് ചെയ്യാൻ വല്ല വഴിയുണ്ടോ സിസ്റ്റർ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട, ഓൾമോസ്റ്റ് 1 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ള 2 ആൾക്കും സെയിം ഏജാണ്, നമ്മൾ ഗ്രൂപ്പിലല്ലേ അവരും പോന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ കൂട്ടി. ഒരു ടിക്കറ്റ് എടുത്തു അവർക്ക്. പക്ഷേ അവർക്ക് ബെഡ് അല്ലെങ്കിൽ
ബർത്ത് കിട്ടില്ലായിരുന്നല്ലോ. ടിക്കറ്റ് എടുത്തു, പക്ഷെ അവർക്കുള്ള ബർത്ത് ഓൾറെഡി അവരുടെ തോട്ട് കൊണ്ട് അവിടെ റെഡിയായി. അങ്ങനെ 3 ദിവസം മുന്നേ വരെ പോവില്ല എന്ന് പറഞ്ഞ കാര്യം പിറ്റേ ദിവസം അവർ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇത്ര അട്ടി പേപ്പർ കൊണ്ട് കാണിച്ചു തന്നു. കണ്ടോ സിസ്റ്ററെ, ഞാൻ രാവിലെ എഴുതി, രാത്രി കത്തെഴുതി, എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ കത്തെഴുതിക്കൊണ്ടേ ഇരുന്നു ഭഗവാന്. എഴുതി അവസാനം നോക്ക്, ഇന്നലെ ആകെ 3 ദിവസം മുന്നേ വരെ പോവണ്ട എന്നുള്ള ശടിച്ചു നിന്ന് എല്ലാവരും എന്നോട് പോയിക്കൊള്ളാനുള്ള പെർമിഷൻ തന്നു, സാധനം വാങ്ങാനുള്ള പൈസ തന്നു, എനിക്ക് ഫുൾ സപ്പോർട്ടായി. എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കാലൊന്നും നിലത്തുറയ്ക്കുന്നില്ല എന്ന്. അപ്പോൾ വാസ്തവത്തിൽ അവരറിഞ്ഞോ അറിയാതെയോ അന്ന് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുകയായിരുന്നു. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിലും. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളും അതെ നിരന്തരമായിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതിൽ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം, സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്ത് ഫീലിംഗോട് എഴുതണം, ഇതൊക്കെ ഞാൻ മുന്നിലെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ നന്നായിട്ടൊന്ന് കേട്ട് പഠിച്ച് നന്നായിട്ട് മനസ്സിരുത്തി ഉൾക്കൊണ്ടിട്ട് വേണം എഴുതാനിരിക്കാൻ കേട്ടോ. പക്ഷെ ആ എഴുതുമ്പോഴായതായിട്ടുള്ള ബെനിഫിറ്റ്, ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും എഴുതുമ്പോഴുള്ള ബെനിഫിറ്റ് എനിക്ക് ഫീൽ ചെയ്യാറ്, ഒന്ന് എഴുതണമെങ്കിൽ നമ്മുടെ കർമ്മേന്ദ്രിയായിരിക്കുന്ന കയ്യിന് ഉപയോഗിക്കണം, ജ്ഞാനേന്ദ്രിയായിരിക്കുന്ന കണ്ണിന് ഉപയോഗിക്കണം, ഒപ്പം നമ്മുടെ മനസ്സും ബുദ്ധി ഉപയോഗിക്കണം. അപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായ ഇന്ദ്രിയങ്ങൾ ഏകാഗ്രമാവുന്ന സമയത്ത് അത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് നമുക്ക് ഇഞ്ചക്ട് ചെയ്ത പോലെ കയറ്റാൻ കഴിയും. അതാണ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതുകയാണെങ്കിൽ അതിനൊരു വലിയ ബെനിഫിറ്റ് അതാണ്. അതേസമയം തന്നെ ആ വീഡിയോയിൽ പറഞ്ഞൊരു പോയിന്റ് വളരെ സയൻറ്റിഫിക് ആണ്, എനിക്ക് വളരെ ഇഷ്ടമായി തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്നത്. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ശരിയാണ് കാര്യവും. സാധാരണഗതിയിൽ ഭാവന കാണാനുള്ള കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയർ, വലത് ഭാഗം തന്നെ നമുക്ക് വിചാരിക്കാം സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ. അതേസമയം ലോജിക്കായിട്ട് ആ കാര്യത്തെ കാണാനുള്ള കഴിവ് നമ്മുടെ ഇടത് ഭാഗത്തിനുമാണ് ഉള്ളത്. നമ്മൾ നമ്മുടെ വിഷ്വലൈസേഷനിൽ ഭാവന കാണുമ്പോൾ എൻ്റെ വീട് ഞാൻ കാണുകയാണ്, എൻ്റെ റൂം ഞാൻ കാണുക, എല്ലാം കാണുന്നുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ബ്രെയിനാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അത് ഫുൾ ആക്റ്റീവാണ്. പക്ഷേ ലെഫ്റ്റ് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അത് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾ എഴുതുന്ന സമയത്ത് അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്, അത് സത്യമാണ് എന്നൊക്കെ ഒരു ആക്ടിവിറ്റിയിലൂടെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും അത് സ്വീകരിക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ഒരുപോലെ ഒരു കാര്യത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന വൈബ്രേഷൻ ഡബിൾ സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് വരും. വളരെ വേഗം നമ്മുടെ ലൈഫിൽ അതിനെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ദിവസമല്ല, നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ സാധിക്കുമോ അത്രയും ദിവസം രാത്രി ഉറങ്ങും മുന്നേ. പിന്നെ ദിനചര്യയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നുള്ള വീഡിയോകളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. എങ്കിലും രാവിലെ ഉണരുന്ന സമയം തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, രാത്രി ഉറങ്ങാൻ പോകും മുന്നേ. കാരണം ഒരുപാട് തിരക്ക് പിടിച്ച മനസ്സുകൊണ്ട് റൂമിൽ പോയിട്ട് പെട്ടെന്ന് എഴുതാനിരിക്കുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റെല്ലാ ലോകത്തിനും മനസ്സിനെ ആദ്യം വിഡ്രോ ചെയ്യിച്ചിട്ട് വേണം ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും രാത്രി ഉറങ്ങാൻ പോകും മുന്നേ ഒരു ദേവതയെപ്പോലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ബാക്കിയുള്ള ലോകത്തിനൊക്കെ മാറ്റി നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും പൂർണ്ണ മെസ്സേജ് കൊടുത്ത് ഓക്കെ ഇനി റെസ്റ്റിന് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളതായിരിക്കുന്ന ഇലക്ട്രോണിക് വേൾഡിൽ നിന്ന് അവനവനെ വിഡ്രോ ചെയ്യിച്ച് ഫുൾ ഫ്രീ ആയി മെഡിറ്റേറ്റ് ചെയ്ത് അന്നത്തെ കാര്യങ്ങളൊക്കെ ഈശ്വരന് എഴുതി കൊടുത്ത് മനസ്സിൻ്റെ ഭാരമൊക്കെ ഇല്ലാതാക്കി കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്ത ശേഷം വീണ്ടും നമ്മുടെ ഈ ഡ്രീമിനെ ഒരു പേപ്പറിൽ ഭംഗിയായിട്ട് വിത്ത് ഫീലിംഗ് എഴുതുക, എന്നിട്ട് കിടന്നുറങ്ങുക. ആ സമയത്ത് രാത്രിയിൽ ഉപബോധ മനസ്സ് വളരെ ശക്തമായിട്ട് അതിന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കും. രാവിലെ ഉണർന്ന ഉടനെ ആ കാര്യം നടന്നു കിട്ടിയതിന് ഈശ്വരനോട് താങ്ക്സ് പറയുക. എല്ലാ കാര്യത്തിനും നമ്മൾ താങ്ക്സ് പറയുമല്ലോ. ഭഗവാനെ ഒരു ദിവസം കൂടി നീ എനിക്ക് തന്നല്ലോ, താങ്ക് യു. ഒരിക്കൽ കൂടി ശക്തിശാലിയായിക്കൊണ്ട് ശ്വാസമെടുത്ത് സേവനത്തിനുള്ള ഒരു ദിവസം നീ എനിക്ക് തന്നല്ലോ, പുണ്യം സംഭരിക്കാനൊരു ദിവസം തന്നല്ലോ. അങ്ങനെ 1000 കാര്യങ്ങൾക്ക് നമ്മൾ ഹൃദയം കൊണ്ട് നന്ദി പറയാറില്ലേ? ആ കൂട്ടത്തിൽ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നീ സാക്ഷാത്കരിച്ച് തന്നതിന് നിനക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞ് രാവിലെ പ്രഭാതത്തിൽ ഉണരുക. എന്നിട്ട് പകലോ മറ്റെപ്പോഴെങ്കിലും സമയത്തൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഡ്രീം എടുത്ത് വായിക്കണം, അതിനെ ഫീൽ ചെയ്യണം, എൻജോയ് ചെയ്യണം. എന്നാൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് സഫലാക്കാൻ സാധിക്കും. അത് വീടാണെങ്കിലും കാറാണെങ്കിലും ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിനൊക്കെ വളരെ നമ്മൾ സാധാരണ ചെയ്യുന്നതിൻ്റെ ഒരു ഡബിൾ ത്രിബിൾ സ്പീഡിൽ ആ കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.